ആപത്ഘട്ടങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിനെ സഹായിച്ച മലപ്പുറത്തെ സഹോദരങ്ങളുടെ ദുരവസ്ഥ കാണുക. 4 വർഷമായി സ്വന്തം കെട്ടിടത്തിൽ വാടക ലഭിക്കുന്നില്ല ഇവർക്ക്. കോട്ടയ്ക്കൽ നഗരസഭയ്ക്കും മൃഗസംരക്ഷണ വകുപ്പിനും നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. കോട്ടയ്ക്കൽ ഇന്ത്യന്നൂരിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉപകേന്ദ്രം ശക്തമായ മഴയിൽ 2007 തകർന്നു. അന്ന് കോട്ടയ്ക്കൽ പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും അഭ്യർത്ഥന മാനിച്ച് ഈ കാണുന്ന കെട്ടിടത്തിലേക്ക് ഓഫീസ് സാധനങ്ങൾ മാറ്റി. പിന്നീട് അങ്ങോട്ട് സാധനങ്ങൾ ഇവിടെ തന്നെ, ഒപ്പം മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും. ഒരു ബോർഡ് കൂടി സ്ഥാപിച്ചതോടെ ഇത് ഓഫീസായി മാറി. എന്നാൽ 8 വർഷമായി കെട്ടിട ഉടമകൾക്ക് വാടകയോ കറണ്ട് ബില്ലോ ലഭിക്കുന്നില്ല. വാടക കരാർ ഇല്ലെന്നാണ് കോട്ടയ്ക്കൽ നഗരസഭയുടെ വിശദീകരണം. മൃഗസംരക്ഷണ വകുപ്പിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വകുപ്പിന്റെ പൂട്ടിനുമേൽ ബിൽഡിംഗ് ഉടമകൾ പുതിയ പൂട്ട് സ്ഥാപിച്ചത്. ഈ പൂട്ട് വീണാൽ അധികൃതർ ഓടിയെത്തുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. എന്നാൽ പുതിയ പൂട്ട് വീണതിന് ശേഷം അധികൃതരിൽ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് തവണ പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് 3 ആഴ്ച മുൻപ് പുതിയ പൂട്ടിട്ടത്. ഇതോടെ വെറ്റിനറി ഉപകേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചു. സർക്കാരിനായി ചെയ്ത സഹായത്തിലും ഇപ്പോൾ ചെയ്ത പ്രവർത്തനത്തിലും വെട്ടിലായത് കെട്ടിട ഉടമകൾ തന്നെ. അത് ചെയ്തത് പോലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അത് പൂട്ടിയിട്ടാൽ അവരെ ശ്രദ്ധയിൽപ്പെടുമോ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷേ എന്നിട്ടും അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. തങ്ങൾക്ക് വാടക നൽകി ഓഫീസിൽ തുടരാം, അല്ലെങ്കിൽ ഓഫീസിനകത്തെ ഉപകരണങ്ങൾ എടുത്തു മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെയും നഗരസഭയുടെയും അലംഭാവം കെട്ടിട ഉടമകൾക്ക് വാടക മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, ജനങ്ങൾക്കും മൃഗങ്ങൾക്കും ലഭിക്കുന്ന സേവനം കൂടിയാണ്. ഓഫീസ് ഉടൻ തുറന്നില്ലെങ്കിൽ നിരവധി ഉപകരണങ്ങൾ നശിക്കും. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.